അത് ഞാൻ ഇപ്പം നമ്മുടെ ലാറ്റിൻ ലൈഫ് സ്റ്റൈലിൽ ഭാഗമായിട്ട് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ നമ്മൾ മലയാളികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത് ഇന്ന് അവതരിപ്പിക്കുന്നത് ഒരു അവോക്കാഡോ ഓയിലാണ്. അപ്പോൾ ഇത് ചോസൺ ഫുഡ്സ് എന്ന കമ്പനിയുടെയാണ്. അപ്പോൾ ഇത് മെക്സിക്കോയിലാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇതിനെപ്പറ്റി പറയാമെന്ന് പറഞ്ഞാൽ 100% പ്യുവർ ആണെന്ന് പറഞ്ഞാൽ ഒത്തിരി കമ്പനീസും ആൾക്കാരൊക്കെ പോയി ടെസ്റ്റ് ചെയ്തതാണ്. പിന്നെ നോൺ GMO സർട്ടിഫൈഡ് ആണ്. പിന്നെ ഗ്ലൈഫോസേറ്റ് ഫ്രീ ആണ്. പിന്നെ ഇത് 1 ലിറ്ററിൻ്റെ ആണ്. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ സ്മോക്ക് പോയിൻ്റ് ഹൈ ആണ്. എന്ന് പറഞ്ഞാൽ 500 ഫാരൻഹീറ്റ് ആണ്. അപ്പോൾ ശരിക്കും ഫ്രൈ വേണ്ട സാധനങ്ങളൊക്കെ ഇത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ 500 ഫാരൻഹീറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 260 സെൻറ്റിഗ്രേഡ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനെല്ലാത്തിനും ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. സോട്ടയിങ്, ഗ്രില്ലിങ്, ബേക്കിംഗ്, റോസ്റ്റ്, ഫ്രൈ, ഇതാണ് അത്. പിന്നെ അതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് കുറേയുണ്ട്, ബുഫാസ്. പിന്നെ അത് കോൾഡ് പ്രസ്ഡ് ആണ്. പിന്നെ ഇതിൽ ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ പൊട്ടാഷ്യം ഉണ്ട്. പിന്നെ ലുട്ടെയിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അത് നമ്മുടെ മാക്യുലർ കണ്ണിന് വളരെ നല്ലതാണ്. മാക്യുലർ ഡീജനറേഷനിൽ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും. പിന്നെ വിറ്റാമിൻ C, വിറ്റാമിൻ E, omega-9, പിന്നെ കരാട്ടനോയിഡ്സ്, ഫൈറ്റോസ്റ്റെറോൾ എന്നിവയൊക്കെയുണ്ട്. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഞാൻ വെറുതെ കയ്യിൽ നിന്ന് പറഞ്ഞല്ലേ, വായി തോന്നി പറഞ്ഞല്ല. ഇതിനെപ്പറ്റിയുള്ള സ്റ്റഡി പബ്മെഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഇത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഒഴിച്ച് നോക്കാം എങ്ങനെ ഇരിക്കും. ഒരു ലൈറ്റ്, ഒരു ചെറിയൊരു പച്ച കളർ ഉണ്ട്. ഇപ്പം ലൈറ്റുള്ളതുകൊണ്ട് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇതാണ്, ചെറിയൊരു പച്ച ടിഞ്ചുണ്ട്. സ്മെല്ല് ഇത്തിരി കുറവാണ്. അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ള വേറെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ ഇത് അവോക്കാഡോ ഫ്രൂട്ടിൻ്റെ ആ പൾപ്പ് വെച്ചിട്ടാണ് ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഒരുപാട് യൂട്യൂബിൽ കിടപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്താ പറഞ്ഞാൽ ഫ്രൈയിങ് വേണ്ട ഇതിനെല്ലാത്തിനും ഇത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഇത് നല്ലതായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്റ്റഡി ഏതായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് എല്ലാവരും അടുത്ത് വായിച്ച് നോക്കുക. ഇതിൻ്റെ ഫുൾ ബെനിഫിറ്റ്സ് അറിയാൻ പറ്റും. ഓക്കെ.